ആൾ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നമ്മുടെ PYQ സെഷൻ്റെ പാർട്ട് 5 ആണ് നോക്കുന്നത്. ഓൾറെഡി ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ടോപ്പിക്കൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആ ഭാഗത്തു നിന്നുള്ള PYQs മാക്സിമം ഞാൻ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അതെല്ലാതും കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക, പഠിക്കുക. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാൻ ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴും ഒന്ന് ശ്രമിച്ച് നോക്കുക. ഓക്കെ, കാരണം നമ്മൾ ആൾറെഡി അതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഒറ്റയ്ക്ക് തന്നെ ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രമിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു പോർഷനിൽ ഞാൻ ഈ ഒരു പാർട്ടിൽ കൊടുത്തിട്ടുള്ളത് മെയിനായിട്ടും ഫുഡ് എന്ന് പറഞ്ഞ മെയിൻ തീമിൻ്റെ അണ്ടറിൽ വരുന്ന ആ ഒരു തീം ബേസ്ഡ് ആയിട്ടുള്ള ഇതിന് മുന്നേ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു പാർട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ ശ്രമിച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കുക്ക്ഡ് റൈസ് ക്യാൻ ബി പ്രിസർവ്ഡ് ഫോർ ലോങ്ങർ ടൈം ഇൻ എ റെഫ്രിജറേറ്റർ ബിക്കോസ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കുക്ക്ഡ് ഫുഡ് ഐറ്റംസൊക്കെ പെറിഷബിൾ ഫുഡ്സാണ് അല്ലേ, പെട്ടെന്ന് തന്നെ കേടായി പോകുന്ന ഫുഡ്സ്. അപ്പോൾ അതിനെ കൂടുതൽ സമയം പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, റെഫ്രിജറേഷൻ ചെയ്യാറുണ്ട്, അഥവാ റെഫ്രിജറേറ്ററിൽ എടുത്തു വെക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റെഫ്രിജറേഷൻ വഴി നമുക്ക് ഈ കുക്ക്ഡ് ഫുഡ്സിനെ കൂടുതൽ സമയം പ്രിസർവ് ചെയ്ത് വെക്കാൻ കഴിയുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ, മോയ്സ്ചർ കണ്ടൻറ്റ് ഇൻ ദി ഫുഡ് ഈസ് റെഡ്യൂസ്ഡ് അറ്റ് ലോ ടെമ്പറേച്ചർ. അതായത് കുറഞ്ഞ ടെമ്പറേച്ചറിൽ നമുക്ക് മോയ്സ്ചർ കണ്ടൻറ്റ് കുറക്കാൻ കഴിയും, ഈ ഫുഡിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് കുറക്കാൻ കഴിയും. അതുവഴിയാണ് ഈ ഒരു പ്രിസർവേഷൻ നടക്കുന്നത് എന്നാണ് ആദ്യം പറയുന്നത്. ദെൻ പറയുന്നത് റെഫ്രിജറേറ്റേഴ്സ് കണ്ടെയ്ൻ സർട്ടൻ കെമിക്കൽസ് വിച്ച് കിൽ ദി മൈക്രോബ്സ്. റെഫ്രിജറേറ്ററിൽ എന്തുണ്ടെന്നാണ് പറയുന്നത്, ചില കെമിക്കൽസ് ഒക്കെ ഉണ്ട്. ആ കെമിക്കൽസിനെ എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, ഈ ഒരു മൈക്രോബ്സിനെ നശിപ്പിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. തേർഡ് ഓപ്ഷൻ എന്താണ്, മൈക്രോബ്സ് ബിക്കം ഇനാക്റ്റീവ് അറ്റ് ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിൽ എന്താ, മൈക്രോബ്സ് ഒക്കെ ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഓഫ് കോഴ്സ് ഈ ഒരു കേടുവരിക എന്ന് പറഞ്ഞ പരിപാടി നടക്കാറില്ല എന്നാണ് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ എന്താണ്, മൈക്രോബ്സ് ആർ ഡിസ്ട്രോയിഡ് ആൻഡ് കിൽഡ് അറ്റ് ലോ ടെമ്പറേച്ചർ. ലോ ടെമ്പറേച്ചറിലാണ് ഈ മൈക്രോബ്സിനെയും അതുപോലെ തന്നെ ഈ ഒരു മൈക്രോബ്സിനെയും അത്തരത്തിലുള്ള പാതജൻസിനൊക്കെ എന്ത് ചെയ്യുക, കില്ല് ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ ആൻസറായിട്ട് വരിക? അപ്പോൾ ഈ ഒരു ആൻസർ നിങ്ങൾക്ക് എത്തിച്ചേരാം, നിങ്ങൾ ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിരുന്നു, അറൗണ്ട് 56 ഇയേഴ്സ് മുന്നേ മരിച്ച ഒരു സോൾജറിൻ്റെ മൃതശരീരം കണ്ടെത്താൻ സാധിച്ചു. എന്നിട്ട് അതിന് ആ ഒരു മൃതശരീരം നാട്ടിലേക്ക് എത്തിച്ച് സംസ്കരിക്കുകയൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ. അറൗണ്ട് 22 ഇയേഴ്സുള്ള സമയത്താണ് അദ്ദേഹം മരിച്ചത്. അപ്പോൾ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്, മരിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ ഫുള്ള് എന്താണ്, സ്നോ ആണ്. അപ്പോൾ സ്നോ എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഈ റെഫ്രിജറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് തന്നെ അവിടെ നടക്കുന്നത്. നമുക്കറിയാം ഒരു ബോഡി അത് നല്ല രീതിയിൽ ഡീകമ്പോസ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ബാക്ടീരിയാസ് പ്രവർത്തിക്കണം അല്ലേ. ഈ പറയുന്ന മൈക്രോബ്സ് അല്ലെങ്കിൽ ബാക്ടീരിയാസ് എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. അപ്പോൾ അവിടെ ബാക്ടീരിയാസ് പ്രവർത്തിച്ചില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു ബോഡിക്ക് ഒരു ഡീക്കേയും സംഭവിച്ചില്ല. ആ രീതിയിൽ തന്നെ അത് തിരിച്ച് കിട്ടുകയാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം, ലോ ടെമ്പറേച്ചറിൽ ഇത്തരത്തിലുള്ള ബാക്ടീരിയാസ്, മൈക്രോബ്സ് മറ്റും അതുപോലെ പാത്തജൻസും മറ്റുമൊക്കെ എന്താണ്, ഇനാക്റ്റീവ് ആയിരിക്കും. അവരവിടെ പ്രസൻ്റ് അല്ല എന്നല്ല, അല്ലെങ്കിൽ അതിനെ കില്ല് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട് എന്നല്ല, അത് ഇനാക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസർ വരിക, മോയ്സ്ചർ കണ്ടൻറ്റ് ഇൻ ദി ഫുഡ് ഈസ് റെഡ്യൂസ്ഡ് അറ്റ് ലോ ടെമ്പറേച്ചർ. അതുകൊണ്ടാണോ ഇത് കേടുവരാതെ സൂക്ഷിക്കാൻ കഴിയുന്നത്? ശരിയാണ്, മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് കുറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടാണോ ഈ പ്രിസർവേഷൻ എന്ന് പറയുന്ന കാര്യം നടക്കുന്നത്? അല്ലേ. റെഫ്രിജറേറ്റേഴ്സ് കണ്ടെയ്ൻ സർട്ടൻ കെമിക്കൽസ് വിച്ച് കിൽ ദി മൈക്രോബ്സ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, കെമിക്കൽസ് എന്തെങ്കിലും അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് മൈക്രോബ്സിനെ കില്ല് ചെയ്യാനുള്ളതെന്ന് നമ്മൾ പഠിക്കുന്നുണ്ടോ? ഇല്ല. ദെൻ മൈക്രോബ്സ് ബിക്കം ഇനാക്റ്റീവ് അറ്റ് ലോ ടെമ്പറേച്ചർ. അത് ശരിയല്ലേ. മൈക്രോബ്സ് അതിൻ്റെ ആ ഒരു ആക്ഷൻ, അതിൻ്റെ ആ ഒരു ഡീകമ്പോസിങ് എന്ന് പറയുന്ന ആ ഒരു ആക്ഷൻ അവിടെ അതിന് ചെയ്യാൻ കഴിയുന്നില്ല, അത് ഇനാക്റ്റീവായി പോവുകയാണ് ഈ ഒരു ലോ ടെമ്പറേച്ചറിൽ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് കുക്ക്ഡ് ഫുഡ്സിനെയൊക്കെ റെഫ്രിജറേഷൻ വഴി ഒരുപാട് കാലം പ്രിസർവ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് തേർഡ് ഓപ്ഷനാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. It has been observed that the process of digestion is faster inside the stomach than outside because, അതായത് സ്റ്റൊമക്കിനകത്താണ് ഈ ഒരു ഡൈജഷൻ എന്ന് പറയുന്നത് കൂടുതലായിട്ട് നടക്കുന്നത് ദാൻ ഔട്ട്സൈഡ്. അപ്പോൾ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു.
First option, the digestive juices when kept outside the stomach become inactive. Second option, the food is turned in the stomach, thereby increasing the surface area for quicker enzyme action. ഇനി അടുത്തത് പറയുന്നത്, ഡൈജസ്റ്റീവ് ജ്യൂസസ് ഇൻസൈഡ് ദി സ്റ്റൊമക്ക് ആർ ആസിഡിക് വൈൽ ഔട്ട്സൈഡ് ദേ ആർ ആൽക്കലൈൻ. ദി എമൗണ്ട് ഓഫ്, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, ദ എമൗണ്ട് ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദി സ്റ്റൊമക്ക് ഇൻ ദി പ്രസൻസ് ഓഫ് ഫുഡ് ഈസ് മച്ച് മോർ. അപ്പോൾ ഏതാണ് ഇതിൽ ആൻസറായിട്ട് വരിക? ഏറ്റവും നമുക്കിത് വായിക്കുമ്പോൾ തന്നെ ആ ഒരു ആൻസറിലേക്ക് നമ്മൾ ഫോക്കസ്ഡ് ആയി വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഏതായിരിക്കും ഇതിൽ വരിക? നമുക്കറിയാം, ഈ ഒരു വയറ്റിലേക്ക് ഈ ഒരു ഫുഡ് ഐറ്റം എത്തുന്ന സമയത്ത് അത് ഒരുപാട് നല്ല രീതിയിൽ നമ്മൾ ചമച്ചരച്ചിട്ടാണ് അത് താഴത്തേക്ക് എത്തുന്നത്. അപ്പോൾ അത്രയും അത് ഫ്യൂ സ്മോൾ ബൈറ്റ്സ് ആയി മാറിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിലുള്ള പേസ്റ്റ് പരിപ്പമായി ആ ഒരു രീതിയിലാണ് അത് വയറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതൽ സർഫസ് ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട് നമുക്ക്? ഈ ഒരു സ്റ്റൊമക്കിൽ അടങ്ങിയിട്ടുള്ള എൻസൈംസിനൊക്കെ പെട്ടെന്ന് തന്നെ അതിൽ ആക്ട് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യാൻ കഴിയും? പെട്ടെന്ന് തന്നെ അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയും. ഒക്കെ ആ ഒരു ഡൈജഷൻ പ്രോസസ്സ് ഫാസ്റ്റ് ആക്കാൻ കഴിയും. അപ്പോൾ അതാണ് ഇവിടെ ആൻസറായിട്ട് വരിക. ദ ഫുഡ് ഈസ് ടേൺഡ് ഇൻ ദി സ്റ്റൊമക്ക് thereby increasing the surface area for quicker enzyme action. സെക്കൻഡ് ഓപ്ഷനാണ് ഇവിടെ ആൻസറായിട്ട് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീന സെപ്പറേറ്റഡ് ദി ഗാർബേജ് ഫ്രം ദി ഹൗസ് ഇൻ ടു 2 piles ആസ് ഷോൺ ബിലോ. ഓക്കെ, എന്ത് ചെയ്യാണ് റീന അവരുടെ വീട്ടിലുള്ള കുറച്ച് ഗാർബേജസിനെ 2 പാത്രങ്ങളിലാക്കി വെക്കുകയാണ്. അപ്പോൾ താഴെ കാണുന്ന രീതിയിലാണ് അത് വെച്ചിട്ടുള്ളത്, അത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റത്തെ ബോക്സിൽ ബനാന സ്കിന്ന്, വെജിറ്റബിൾ, പീൽസ് എന്ന് പറയുമ്പോൾ തൊലികൾ, ദെൻ ഡ്രൈഡ് ലീവ്സ്, ന്യൂസ് പേപ്പർ, അത്തരത്തിലുള്ള സാധനങ്ങളാണ്. സെക്കൻഡ് ബോക്സിൽ വെച്ചിട്ടുള്ളത് ജാം, ബോട്ടിൽ സോസ്, ബോട്ടിൽസ് യൂസ്ഡ്, ടൂത്ത് പേസ്റ്റ്, ദെൻ ട്യൂബ് പ്ലാസ്റ്റിക്, ടോയ്സ്, അത്തരത്തിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിഫറൻസിയേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് എന്തിൻ്റെ ബേസിസിലാണ് എന്നുള്ളത് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് അല്ലേ? റീന ഹാസ് സെപ്പറേറ്റഡ് ദി ഗാർബേജ് വേസ്റ്റ് ഇൻ ടു 2 piles ഡിപ്പെൻഡിങ് ഓൺ ദിസ് ക്രൈറ്റീരിയ. ഏത് ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിവിഷൻ നടത്തിയിട്ടുള്ളത് ഇവിടെ എന്നാണ് ചോദ്യം. അപ്പോൾ എങ്ങനെയാണ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഫസ്റ്റ് വൺ ഈസ് ആർ ഹൗസ് ഹോൾഡ് ഓർ ഇൻഡസ്ട്രിയൽ വേസ്റ്റ്. ഒന്ന് ഹൗസ് ഹോൾഡ് വേസ്റ്റ് ആണ്, ഒന്ന് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണ്. ഒരിക്കലും അല്ലല്ലോ, ഇവിടെ ആൾറെഡി എന്താണ് ഹൗസിലുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് വൺ ഹാവ് ഓർഡർ ആൻഡ് അതേഴ്സ് ഹാവിങ് ഓർഡർലെസ്. അങ്ങനെയാണോ? ഓർഡറുള്ളത് ഓർഡർലെസ്, ന്യൂസ് പേപ്പറിനൊക്കെ എന്താ ഓർഡറാ? പിന്നെ നെക്സ്റ്റ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ജാമിൻ്റെ ബോട്ടിൽ, സോസിൻ്റെ ബോട്ടിലൊക്കെ സ്മെല്ലുണ്ടാവില്ലേ? ദെൻ അടുത്തത് പറയുന്നത് ക്യാൻ ബി ഡീകമ്പോസ്ഡ്, കനോട്ട് ബി ഡീകമ്പോസ്ഡ്. ഒന്ന് ഡീകമ്പോസ് ചെയ്യാൻ പറ്റുന്ന, മറ്റേ ഡീകമ്പോസ് ചെയ്യാത്തത്. അങ്ങനെയാണോ? നമുക്ക് നോക്കാം. ഫോർത്ത് ഓപ്ഷൻ എന്താണ്? ക്യാൻ ബി റീസൈക്കിൾഡ്, കനോട്ട് ബി റീസൈക്കിൾഡ്. അത്തരത്തിലാണോ? ഫസ്റ്റ് ബോക്സിലുള്ളത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല. സെക്കൻഡ് ബോക്സിലുള്ളത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത്, എല്ലാതും റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത്, മാക്സിമം എന്താണ് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതുമാണ്. പക്ഷേ ഇവിടെ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്നത് ഏതായിരിക്കും? ക്യാൻ ബി ഡീകമ്പോസ്ഡ്, കനോട്ട് ബി ഡീകമ്പോസ്ഡ്. സെക്കൻഡ് ബോട്ടിൽ വരുന്നത് ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്ത ഐറ്റംസ് ആണ്. ഫസ്റ്റ് ബോട്ടിൽ വരുന്നത്, ഫസ്റ്റ് ബോക്സിൽ വരുന്നത് ഡീകമ്പോസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് എന്താ പറയുക, ബയോ വേസ്റ്റുകളാണ് ഫസ്റ്റ് ബോക്സിൽ. സെക്കൻഡ് ബോക്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബയോളജിക്കലി അതിനെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ആൻസർ ഏതാണ്? തേർഡ് ഓപ്ഷനാണ്, ക്യാൻ ബി ഡീകമ്പോസ്ഡ്, കനോട്ട് ബി ഡീകമ്പോസ്ഡ്. അപ്പോൾ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്യാരറ്റ്, റാഡിഷ്, സ്വീറ്റ് പൊട്ടാറ്റോസ് ആർ ദി മോഡിഫിക്കേഷൻസ് ഓഫ്. നമ്മൾ മോഡിഫിക്കേഷൻസ് പറഞ്ഞ സമയത്ത് റൂട്ടിൻ്റെ മോഡിഫിക്കേഷനും സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷനും ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണിത്. ക്യാരറ്റും റാഡിഷും സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ എന്തിൻ്റെ മോഡിഫിക്കേഷനാണ്? ഞാൻ പ്രത്യേകം ഓർക്കാൻ പറഞ്ഞത്, സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്നത് വേറൊന്നിൻ്റെ, പൊട്ടാറ്റോ എന്ന് പറഞ്ഞാൽ വേറൊന്നിൻ്റെ, രണ്ടും സെപ്പറേറ്റ് പാർട്ട് ഓഫ് പ്ലാന്റിൻ്റെ മോഡിഫിക്കേഷനാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോയും റാഡിഷും ക്യാരറ്റൊക്കെ ഏതിൻ്റെയാണ്? നമുക്കറിയാം, ഈ ക്യാരറ്റൊക്കെ നമ്മൾ ആ ഷേപ്പ് കണ്ടാൽ തന്നെ അറിയാമല്ലേ, ആ ഒരു ടാപ്പ് റൂട്ട് പോലെയാണ് പോകുന്നത് അല്ലേ? ആ ടാപ്പ് റൂട്ടിനെ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഒരു ഫുഡ് സ്റ്റോറേജിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തിൻ്റെ മോഡിഫിക്കേഷൻ ആയിരിക്കും ഇത്? റൂട്ടിൻ്റെ മോഡിഫിക്കേഷൻ ആയിരിക്കും അല്ലേ?
സ്വീറ്റ് പൊട്ടാറ്റോ, റാഡിഷ്, ക്യാരറ്റ്. നേരെ മറിച്ച് പൊട്ടാറ്റോ എന്തിൻ്റെ മോഡിഫിക്കേഷനാണ്? സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷനാണ്. പൊട്ടാറ്റോ, ജിഞ്ചർ എന്ന് പറയുന്നതൊക്കെ, അതുപോലെ കുർക്കുമിന്, അതൊക്കെ എന്താണ്? ഈ ഒരു സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷനാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ക്യാരറ്റും റാഡിഷും സ്വീറ്റ് പൊട്ടാറ്റോയും റൂട്ടിൻ്റെ മോഡിഫിക്കേഷനാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഗുഡ് കുക്കിംഗ് പ്രാക്ടീസ്? അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് നമ്മൾ പറഞ്ഞിരുന്നു, ഈ ഒരു ഫുഡ് കണ്ടാമിനേറ്റഡ് ആവാതിരിക്കാൻ നമ്മൾ നല്ല രീതിയിൽ ഫുഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന കാര്യം ഫോളോ ചെയ്യണം എന്നുള്ളത്. കൃത്യമായിട്ട് കൃത്യസമയങ്ങൾ കഴുകുക, അതിൻ്റെ ആ ഒരു കൃത്യമായിട്ടുള്ള ആ സ്റ്റേജസ് ഫോളോ ചെയ്ത് പോയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൃത്യമായി ഫുഡ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അതിന് കണ്ടാമിനേഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനും അതിൻ്റെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നതിന് കൂട്ടാനും സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓപ്ഷൻ, വാഷിംഗ് ദി വെജിറ്റബിൾസ് നൈസ്ലി ആൻഡ് ദെൻ കട്ടിങ്. ആദ്യം വെജിറ്റബിൾസ് കട്ട് ചെയ്യുക, മീൻസ് വാഷ് ചെയ്യുക, അതിന് ശേഷം കട്ട് ചെയ്യാം. സെക്കൻഡ് പറയുന്നത് കട്ടിങ് ദി വെജിറ്റബിൾസ് ആൻഡ് ദെൻ വാഷിംഗ് ദീസ് ഇൻ റണ്ണിങ് വാട്ടർ. വെജിറ്റബിൾസൊക്കെ ആദ്യം വേഗം കയറി കട്ട് ചെയ്യുക, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക? റണ്ണിങ് വാട്ടറിൽ അതിനെ കഴുകുക. തേർഡ് പറയുന്നത് കീപ്പിംഗ് ദി വെജിറ്റബിൾസ് ഇൻ സൺഷൈൻ ഫോർ സം ടൈം ബിഫോർ കട്ടിങ് ആൻഡ് കുക്കിംഗ്. അതായത് കുറച്ച് നേരം വെയിലത്ത് വെക്കുക. കട്ട് ചെയ്ത് കുക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് വെജിറ്റബിൾസിനെ കുറച്ച് സമയം വെയിലത്ത് വെക്കുക. ദെൻ ഫോർത്ത് വൺ പറയുന്നത് കുക്കിംഗ് ദി വെജിറ്റബിൾസ് ബൈ ഡീപ്പ് ഫ്രൈയിങ് ആണ് ടു കിൽ ബാക്ടീരിയ. അതായത് നല്ല രീതിയിൽ ഫ്രൈ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും? ബാക്ടീരിയാസൊക്കെ ചത്തുപോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഏതായിരിക്കും വരിക? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മൾ കിച്ചണിൽ ചെയ്യുന്ന കാര്യം ഒന്ന് ഓർത്താൽ മതി അല്ലേ? അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു ഫുഡ് നമുക്ക് നല്ല രീതിയിൽ അതിന് കല്ലോ മണ്ണോ ഒന്നും ഇല്ലാതെ, അല്ലെങ്കിൽ പുഴുക്കളും മറ്റൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു ഫുഡ് ഐറ്റം ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മളെന്താ ചെയ്യാറുള്ളത്? ആദ്യം തന്നെ ഇപ്പോൾ പയറെടുക്കുക വിചാരിച്ചു, നമ്മൾ ആദ്യത്തെ എന്ത് ചെയ്യും? നല്ലപോലെ കഴുകി വൃത്തിയാക്കും. അതിന് ശേഷമാണ് അത് നമ്മൾ മുറിക്കാറുള്ളൂ. ഇനിയിപ്പോൾ മറ്റേത് വെജിറ്റബിൾസ് എടുക്കുകയാണ്, ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്തെടുക്കുകയെന്നുണ്ടെങ്കിലും എന്താണ് ആദ്യം ചെയ്യാറ്? ആദ്യം അത് കഴുകിയതിന് ശേഷം കട്ട് ചെയ്യും. എന്ത് ചെയ്യും? ചിലരെന്ത് ചെയ്യും? കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും കഴുകും. ഇപ്പം ഞാനൊക്കെയാണ് കുറച്ച് വൃത്തിൻ്റെ ആളാണ്. ഞാൻ ആദ്യം എന്ത് ചെയ്യും? ഒന്ന് കഴുകും, പിന്നെ കട്ട് ചെയ്യും, പിന്നെ അതിന് ശേഷം വീണ്ടും കഴുകും. അതിന് ശേഷം ഇത് കുക്ക് ചെയ്യാനായിട്ട് പാത്രത്തിലേക്ക് ഇടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം എപ്പോഴും എന്ത് ചെയ്യണം? ഈ എടുത്തിട്ടുള്ള വെജിറ്റബിൾ ഏതാണോ അതിനൊന്ന് നൈസ്ലി കഴുകണം. കഴുകിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ആ പുറത്തുള്ള ആ ഒരു ഇപ്പോൾ മൈക്രോബ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ചളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ഈ കത്തിയുടെ കൂടെ ഇതിൻ്റെ അകത്തേക്കും പോവുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ അതാണ് ആൻസർ. വാഷിംഗ് ദി വെജിറ്റബിൾസ് നൈസ്ലി ആൻഡ് ദെൻ കട്ടിങ്. ഫസ്റ്റ് ഓപ്ഷനാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മൾ ഒരു ടേബിളായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗത്തു നിന്നുള്ളതാണ് കേട്ടോ. ഓരോ ഏരിയാസിലുള്ള ഫുഡ് ഐറ്റംസിന് റിലേറ്റ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻസ്, മീൻസ് ഒരു ടേബിൾ നമ്മൾ പഠിച്ചിരുന്നില്ലേ, ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇഫ് യു ഗോ ടു അഹമ്മദാബാദ് അഥവാ ഗുജറാത്തിൽ ബൈ ട്രെയിൻ, ദെൻ അറ്റ് അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷൻ യു വിൽ ഫൈൻഡ് ദാറ്റ് മോസ്റ്റ് ഓഫ് ദി വെൻഡേഴ്സ് ആർ സെല്ലിങ്. കൂടുതലായിട്ടും വെൻഡേഴ്സ്, അവിടെയുള്ള ലോക്കലായിട്ടുള്ള വെൻഡേഴ്സ് റെയിൽവേ സ്റ്റേഷനിൽ എന്തായിരിക്കും സെയിൽ ചെയ്യുന്നുണ്ടാവുക എന്ന്? ഫുഡ് ഐറ്റം, ഏത് ഫുഡ് ഐറ്റം ആയിരിക്കും സെയിൽ ചെയ്യുന്നുണ്ടാവുക എന്നാണ് ചോദ്യം. ഏതൊക്കെ ഓപ്ഷൻ വന്നിട്ടുള്ളത്? പൂരി, ഷാക്ക് ആൻഡ് തണ്ട ദൂത്. ഡണ്ട ദൂത്, അതായത് ഈ തണുത്ത പാലാണ് ഉദ്ദേശിക്കണം. പൂരി, ഷാക്ക് ആൻഡ് ദണ്ട ദൂതാണോ? സെക്കൻഡ് വൺ ദോക്ല വിത്ത് ചട്നി ആൻഡ് ലെമൺ റൈസ് ആണോ? തേർഡ് വൺ ചോലെ ഭട്ടൂരെ ആൻഡ് ലസ്സി ആണോ? ഫോർത്ത് വൺ ഇഡ്ഡലി ചട്നി ആൻഡ് വട ചട്നി ആണോ? ഇഡ്ഡലി ചട്നി വട ചട്നി ഒന്നും എന്തായാലും ആവില്ല അല്ലേ ഗുജറാത്തിൽ. പിന്നെ ഏതായിരിക്കും? നമ്മൾ അന്ന് പഠിച്ചിരുന്നല്ലോ, ഏതാണ്? ഒന്ന് ഓർത്ത് നോക്കൂ. നമ്മൾ അന്ന് ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു, അഹമ്മദാബാദിൽ അഥവാ ഗുജറാത്തിലുള്ള മേജർ ഫുഡ് ഐറ്റം ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് ദോക്ല വിത്ത് ചട്നി, ലെമൺ റൈസ് ആൻഡ് മിഠായി എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവിടെ അത് വരുന്നുണ്ടോ? യെസ്, സെക്കൻഡ് ഓപ്ഷൻ നോക്കൂ. ദോക്ല വിത്ത് ചട്നി ആൻഡ് ലെമൺ റൈസ്. മിഠായി ഇല്ല അല്ലേ, പക്ഷേ ദോക്ല ഉണ്ട് വിത്ത് ചട്നി. ദോക്ല വിത്ത് ചട്നി പിന്നെ ലെമൺ റൈസും ആണ് അഹമ്മദാബാദിലുള്ള ഫുഡ് ഐറ്റം. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലാക്കാം? ആ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. ടേബിൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Yes, after diagnosis, a doctor said to a patient that there is less hemoglobin in his blood.
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി ഈറ്റൺ ടു മേക്ക് അപ്പ് ദി ഡെഫിഷ്യൻസി ഓഫ് അയൺ. അതായത് ഇത് നമ്മൾ ആൾറെഡി ഒന്ന് ആ ക്ലാസ് എടുക്കുന്ന സമയത്തൊന്നും ഞാൻ പറഞ്ഞു തന്നിരുന്നു ഈ ഒരു ക്വസ്റ്റ്യന്. അതായത് ഇവിടെ ഡോക്ടർ ഡയഗ്നോസ് ചെയ്തിട്ടുള്ളത് ഹീമോഗ്ലോബിൻ കുറവുണ്ടെന്ന്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഹീമോഗ്ലോബിൻ കുറവുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ ഡോക്ടേഴ്സ് നമുക്ക് റെക്കമെൻഡ് ചെയ്യും. അതുപോലെ സപ്ലിമെൻറ്റ്സ് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ ഇവിടെ അയൺ ഡെഫിഷ്യൻസി ആയതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള ഫുഡുകളാണ്, അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് നമ്മളന്ന് പറഞ്ഞിരുന്നത്, ഏതൊക്കെയാണെന്ന് പെട്ടെന്ന് ഓർത്ത് നോക്കാം. ഞാനപ്പോൾ ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻസ് അംല, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ജാഗറി. ദെൻ സെക്കൻഡ് ഓപ്ഷൻ റൈസ്, ഷുഗർ, അംല. തേർഡ് ഓപ്ഷൻ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, വീറ്റ്, ഓറഞ്ച്. ഫോർത്ത് വൺ ജാഗറി, ലെമൺ, പി. ഏതായിരിക്കും വരിക? നമ്മൾ പറഞ്ഞിരുന്നു ഗ്രീൻ വെജിറ്റബിൾസ്, അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പിന്നെ ജാഗറി. ഇതെല്ലാം എന്തിൻ്റെ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണ്? അയൺ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾ മീൻസ് ഫുഡ് ഐറ്റംസ് ആണ് എന്നുള്ളത് നമ്മളന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ എവിടെയാണ് അത്തരത്തിലുള്ളൊരു ഓപ്ഷന്? ഇതിൽ ഗ്രീൻ കളേർഡ് വെജിറ്റബിളിനൊരു ഉദാഹരണമാണ് അംല എന്ന് പറയുന്നത്. അല്ലെ, അംല പറയുമ്പോൾ നെല്ലിക്ക. അപ്പോൾ അംല, അതുപോലെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഓഫ് കോഴ്സ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ജാഗറി. നമുക്കപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ ആൻസർ ആയിട്ട് വരിക. ഫസ്റ്റ് ഓപ്ഷനിൽ അംല ഉണ്ട്, ഗ്രീൻ ലീഫി വെജിറ്റബിൾ ഉണ്ട്, ദെൻ ജാഗറി ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ 1 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. മീൻസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദീസ് ആർ 3 R's ടു സേവ് അവർ എൻവിറോൺമെൻറ്റ് വിച്ച് ആർ. ഞാൻ പറഞ്ഞിരുന്നു അല്ലേ 3 R'നെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ 3 R എന്ന് പറയുന്നത് ഞാനന്ന് പറഞ്ഞിരുന്നില്ല, അല്ലെ ഞാൻ PYQ പറഞ്ഞ സമയത്ത് പറയാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ 3 R കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെഡ്യൂസ്, റീസൈക്കിൾ, റീയൂസ് എന്ന് പറയുന്നൊരു കാര്യമാണ്. അതായത് ഡീഗ്രേഡ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്ത ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യണം, തിങ്സ് ലൈക്ക് പ്ലാസ്റ്റിക് പോലുള്ളതൊക്കെ, പ്ലാസ്റ്റിക് അതുപോലെ യൂട്ടൻസിൽസ് ഉണ്ടാവുമല്ലോ, നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ പറ്റാത്ത യൂട്ടൻസിൽസൊക്കെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൂടുതലായിട്ടും റെഡ്യൂസ്, അതിൻ്റെ ആ ഒരു യൂസേജ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം, മാക്സിമം കുറച്ച് കൊണ്ടുവരിക. അതായത് മൺകലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പൊടിച്ച് സോയിലിട്ട് കഴിഞ്ഞാൽ തന്നെ അത് ഒട്ടും നാശമില്ലാതെ തന്നെ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും, അത് അതിൻ്റെ ആ ഒരു യൂസേജിൻ്റെ ആ ഒരു ടൈം സ്പാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എന്ത് ചെയ്യാൻ, അതിനെ ഡിഗ്രേഡ് ചെയ്യാൻ കഴിയും, അതിനെ ഡീകമ്പോസ് ചെയ്യാൻ കഴിയും. അതിനെ ഒന്ന് പൊടിച്ച് ജസ്റ്റ് മണ്ണിലിട്ടാൽ മതി. പക്ഷേ പ്ലാസ്റ്റിക്കോ മറ്റ് യൂട്ടൻസിൽസോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്തരത്തിൽ തന്നെ ഡിഗ്രേഡ് ചെയ്യാൻ പറയുന്നത് പോസിബിൾ അല്ല, അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ അത്തരത്തിലുള്ള യൂട്ടൻസിൽസിനെ ഡിഗ്രേഡ് ചെയ്യാൻ, ഡീകമ്പോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഈ ഒരു യൂട്ടൻസിൽസിൻ്റെ യൂസേജ് മാക്സിമം കുറയ്ക്കുക. പിന്നെ എന്ത് ചെയ്യുക, റീസൈക്കിൾ ചെയ്യുക. മാക്സിമം എന്ത് ചെയ്യുക, പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ റീസൈക്കിൾ ചെയ്തിട്ട്, ഇപ്പോൾ ഒരു കപ്പാണെന്നുണ്ടെങ്കിൽ അത് നശിക്കാനായി തോന്നിക്കഴിഞ്ഞാൽ അത് റീസൈക്കിൾ ചെയ്യാനായിട്ട് ഫാക്ടറിയിൽ കൊടുത്തിട്ട് റീസൈക്കിൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, മറ്റെന്തെങ്കിലും പ്രൊഡക്റ്റ് ആക്കിയിട്ടോ മറ്റോ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാം. പിന്നെ റെഡ്യൂസ് പറഞ്ഞില്ല, റെഡ്യൂസ് പറഞ്ഞാൽ അതിൻ്റെ ഉപയോഗം കുറയ്ക്കുക. ദെൻ റീസൈക്കിൾ എന്ന് പറഞ്ഞാൽ വീണ്ടും അതിന് മറ്റെന്തെങ്കിലും ആക്കിയിട്ട് ഉപയോഗിക്കുക. ദെൻ മറ്റൊന്ന് റീയൂസ്, വീണ്ടും എന്ത് ചെയ്യുക, അതിനെ ഉപയോഗിക്കുക. മാക്സിമം നമുക്ക് എത്ര പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ പ്ലാസ്റ്റിക് കവറിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാസ്റ്റിക് പോട്ട്സൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാക്സിമം അതിനെന്ത് ചെയ്യുക, അതിന് റീയൂസ് ഉണ്ടാക്കുക. പെട്ടെന്ന് തന്നെ അതിനെ ഒഴിവാക്കി കളയാണ്ട് അത് മാക്സിമം റീയൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു പ്ലാസ്റ്റിക് ഐറ്റം വാങ്ങി ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ഇതിനെ തന്നെ ഉപയോഗിക്കാൻ പറ്റുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, റീയൂസ് എന്ന് പറഞ്ഞൊരു കാര്യം അവിടെ നടക്കണം. അതാണ് റെഡ്യൂസ്, റീസൈക്കിള്, റീയൂസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ് ഓപ്ഷൻ വരുന്നത്? തേർഡ് ഓപ്ഷനാണ് റെഡ്യൂസ്, റീസൈക്കിൾ ആൻഡ് റീയൂസ്. അതൊന്ന് ഓർത്ത് വയ്ക്കാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സെലക്ട് ഫ്രം ദി ഫോളോയിങ് എ ഗ്രൂപ്പ് ദാറ്റ് കംപ്രൈസസ് ഓഫ് മെത്തേഡ്സ് ഓഫ് കുക്കിംഗ് ഫുഡ്. കുക്കിംഗ് ഫുഡ് ഇപ്പോൾ പല രീതിയിൽ നമ്മൾ റോസ്റ്റ് ചെയ്യും, ബോയിൽ ചെയ്യും, ഫ്രൈ ചെയ്യുക, അങ്ങനെ പറയുന്ന ഒത്തിരി ഓപ്ഷൻസ്, ഒത്തിരി വേസിൽ നമ്മൾ കുക്ക് ചെയ്യാറുണ്ട്. പുഴുങ്ങി തിന്നാറുണ്ട്, പൊരിച്ച് തിന്നാറുണ്ട്, അല്ലേ? അങ്ങനെ പല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചുട്ട് തിന്നാറുണ്ട്. അങ്ങനെ പല രീതിയിൽ നമ്മൾ ഫുഡ് ഐറ്റംസിനെ കുക്ക് ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ഈ താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ് കുക്കിംഗ് മെത്തേഡ്സ് എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? ബോയിലിങ്, നീഡിങ്, റോസ്റ്റിങ്. സെക്കൻഡ് ഓപ്ഷൻ ബേക്കിംഗ്, ബോയിലിങ്, റോളിങ്. തേർഡ് ഓപ്ഷൻ ഫ്രൈയിങ്, സോക്കിങ്, റോസ്റ്റിങ്. ദെൻ ഫോർത്ത് ഓപ്ഷൻ ബേക്കിംഗ്, ഫ്രൈയിങ്, റോസ്റ്റിങ്. ഇതിലേതായിരിക്കും?
അപ്പോൾ ഇതിൽ ഈ ഫുഡ് ഐറ്റംസിനെ പ്രിപ്പയർ ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രം പറഞ്ഞിട്ടുള്ള ഏതൊക്കെയാണ്? ലാസ്റ്റ് ഓപ്ഷൻ നോക്കൂ, ഫോർത്ത് ഓപ്ഷൻ ബേക്കിംഗ്, ഫ്രൈയിങ്, റോസ്റ്റിംഗ്. അത് ബാക്കിംഗ് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ബേക്കിംഗ്, ഫ്രൈയിങ്, റോസ്റ്റിംഗ്. ബേക്കിംഗ് ചെയ്യില്ല, നമ്മൾ ഓവനിലിട്ട് മറ്റും എന്ത് ചെയ്യാറുണ്ട്, ഫുഡ് ഐറ്റംസ് ബേക്ക് ചെയ്ത് കഴിക്കാറുണ്ട്. ദെൻ ഫ്രൈ ചെയ്ത് കഴിക്കാറുണ്ട്, ഓഫ് കോഴ്സ് റോസ്റ്റ് ചെയ്തും കഴിക്കാറുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ ആൻസർ വരുന്നത്? ഫോർത്ത് വണ്ണാണ്. ബാക്കിയുള്ള ഓപ്ഷൻസിലൊക്കെ നോക്കൂ, ബോയിലിംഗ്, നീഡിങ്, റോസ്റ്റ്. നീഡിങ് ഈ ഒരു ഫുഡ് ഐറ്റം പ്രിപ്പയർ ചെയ്യുന്നതല്ല. ദെൻ ബേക്കിംഗ്, ബോയിലിംഗ്, റോളിംഗ് ഫുഡ് ഐറ്റം പ്രിപ്പയർ ചെയ്യുന്ന ഒരു വേ അല്ല. ഫ്രൈയിങ്, സോക്കിങ്, റോസ്റ്റിംഗ്. സോക്കിംഗ് എന്ന് പറഞ്ഞാൽ കഴുകുക, നനയ്ക്കുന്നത്, കുതിർക്കുന്നതും ഒന്നുമല്ല, ഫുഡ് ഐറ്റം പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയല്ല, കുക്ക് ചെയ്യുന്ന ഒരു രീതിയല്ല. അപ്പോൾ ആൻസർ വരുന്നത് ബേക്കിംഗ്, ഫ്രൈയിങ്, റോസ്റ്റിംഗ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ ഡോക്ടർ പ്രിസ്ക്രൈബഡ് സം മെഡിസിൻസ് ടു എ പേഷ്യൻറ്റ് ആൻഡ് ഓൾസോ സജസ്റ്റഡ് ഹിം ടു ഈറ്റ് ജാഗറി, അംല ആൻഡ് മോർ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ദിസ് പേഷ്യൻറ്റ് മസ്റ്റ് ബി സഫറിങ് ഫ്രം. ഇതിന് മുന്നേ കണ്ടൊരു ക്വസ്റ്റ്യൻ്റെ നേരെ തല തിരിച്ച് ചോദിച്ചിരിക്കുക അല്ലേ. അവിടെ ചോദിച്ചിരുന്ന അയൺ ഡെഫിഷ്യൻസിക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റം ഏതാണെന്ന് സെലക്ട് ചെയ്യാനായിരുന്നു. ഇവിടെ ഫുഡ് ഐറ്റം, സജസ്റ്റഡ് ഫുഡ് ഐറ്റം തന്നിട്ടുണ്ട്, ഏത് ഡെഫിഷ്യൻസിക്കാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈസി അല്ലേ. അപ്പോൾ ആൾറെഡി നമ്മൾ ഡിസ്കസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അയൺ ഡെഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രീൻ ലീഫി വെജിറ്റബിൾസും അതുപോലെ ജാഗറിയൊക്കെ സജസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അയൺ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന അസുഖം ഏതാണ്? അനീമിയ ആണ് അല്ലേ, വിളർച്ചയാണ്. അപ്പോൾ ഇവിടെ അനീമിയ ഓപ്ഷൻ ഫോർത്ത് വണ്ണാണ് അനീമിയ. നമ്മുടെ ആൻസർ വരുന്നത് അനീമിയ അഥവാ വിളർച്ച. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which one of the following states of our country do most people like to eat sea fish cooked in coconut oil? Very easy question അല്ലേ. ആ ടേബിൾ നമുക്ക് നല്ല പരിചിതമായി കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്താണ് ഞാൻ അപ്പോഴേ ആ ഒരു ടേബിൾ പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞത്, ഈ കോക്കനട്ട് ഓയിൽ നമ്മൾ ഈ സദേൺ പോർഷനിലുള്ള ആൾക്കാരാണ് യൂസ് ചെയ്യാറുള്ളതെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ തന്നെ നോക്കിയാൽ നമുക്ക് ഇവിടുന്ന് ആൻസർ ചെയ്യാൻ കഴിയും അല്ലേ. സദേൺ സൈഡിലുള്ള ഏത് സ്റ്റേറ്റ് അവിടെ കൊടുത്തിട്ടുള്ളത്? ഗോവ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓപ്ഷൻസ് പറയുന്നത് മിസോറം, ഗോവ, ജമ്മു ആൻഡ് കാശ്മീർ, ബീഹാർ എന്നാണ്. ഇവിടെ സദേൺ പോർഷനിലുള്ള സ്റ്റേറ്റ് ഏതാണ്? ഓഫ് കോഴ്സ് ഏതാണ്? ഗോവയാണ്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാ വരിക? സെക്കൻഡ് വൺ, ഗോവ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. രഹന goes to Kerala along with her family. There she sees tall trees which are very different from those in her hometown. ഷിംല. അവൾ ഷിംലയിലാണ് കേട്ടോ. അപ്പോൾ ഷിംലയിൽ നിന്നാണ് കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യണം, വലിയ മരങ്ങൾ കണ്ടു, നല്ല ടോളായിട്ടുള്ള മരങ്ങൾ കണ്ടു. അവളുടെ ഷിംലയിൽ കാണാത്ത കൈൻഡ് ഓഫ് വലിയ ടോളായിട്ടുള്ള മരങ്ങൾ കണ്ടു എന്നാണ് പറഞ്ഞത്. വിച്ച് ട്രീസ് കുഡ് ഷീ സീൻ ഇൻ കേരള. അപ്പോൾ കേരളത്തിൽ ഏത് മരമാണ് നമ്മൾ ഇത്രത്തോളം കാണുക? ഓഫ് കോഴ്സ് നമുക്കറിയാം, നമ്മൾ ആ കേരളം എന്നുള്ള പേര് തന്നെ വന്നത് കേരം തിങ്ങും കേരള നാടായതുകൊണ്ടാണ്. കേരം എന്താണ്? കോക്കനട്ട് അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ എന്താ വരിക? ഫസ്റ്റ് വൺ, കോക്കനട്ട്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കെമിക്കൽ നാച്ചർ ഓഫ് ഇൻസുലിൻ ഈസ്. ഇത് ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ് അല്ലേ. അതായത് ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹോർമോണാണ്. ഞാൻ പറഞ്ഞിരുന്നു ഹോർമോൺ, ഈ മിനറൽസിൻ്റെ കാര്യം, അതുപോലെ ഈ ഒരു മാക്രോ ന്യൂട്രിയൻസ് അതൊക്കെ പഠിപ്പിച്ചില്ലേ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മെയിൻ ന്യൂട്രിയൻസ് നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്നാണ് പറയാറുള്ളത് അല്ലേ. അപ്പോൾ ആ ന്യൂട്രിയൻസിൽ പെടുന്നതാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, അതൊക്കെ പറഞ്ഞിരുന്നു അല്ലേ ഞാൻ. അപ്പോൾ അതിൽ തന്നെ ഈ ഒരു പ്രോട്ടീൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ശരീരത്തിനകത്തുള്ള എൻസൈംസ്, ഹോർമോൺസ്, അതുപോലെ ആൻറ്റിബോഡീസ്, ഇതൊക്കെ എന്താണ്? പ്രോട്ടീനാണ്. നമ്മുടെ ബോഡി ബിൽഡപ്പിന്, ബോഡി വളരാനും ഒക്കെ നമ്മളെ സെല്ലിൽ ആവശ്യമായിട്ടുള്ളതും എന്താണ്? പ്രോട്ടീനാണ്. നമ്മുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്താണ്? ഈ പ്രോട്ടീനാണ്. അപ്പോൾ ഈ പ്രോട്ടീനാണ് ഈ പറയുന്ന ഒരു എൻസൈമും അതുപോലെ ആൻറ്റിബോഡീസും ഹോർമോൺസും ഒക്കെ കൈൻഡ് ഓഫ് പ്രോട്ടീൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിനോട് നീതി പുലർത്തുന്ന ഒരു ചോദ്യമാണിത്. കെമിക്കൽ നാച്ചർ ഓഫ് ഇൻസുലിൻ ഏതാണ്? ഇൻസുലിൻ എന്താണ്? അപ്പോൾ ഇൻസുലിൻ പറയുന്നൊരു ഹോർമോണാണ്. ഓഫ് കോഴ്സ് അതിൻ്റെ കെമിക്കൽ നാച്ചർ എന്താണ്? പ്രോട്ടീനാണ് അല്ലേ. അപ്പോൾ അവിടെ ആൻസർ എന്താ വരിക? പ്രോട്ടീന്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഗ്ലാസ് ജാർസ് ആൻഡ് ബോട്ടിൽസ് ആർ ഡ്രൈഡ് വെൽ ഇൻ ദി സൺ ബിഫോർ ഫില്ലിംഗ് ദം വിത്ത് പിക്കിൾസ്. വൈ ഈസ് ഇറ്റ് സോ? അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇതും ആ ഫുഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഫുഡ് പെട്ടെന്ന് കണ്ടാമിനേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്
നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഇതും. നമ്മൾ നല്ല രീതിയിൽ ഈർപ്പരഹിതമാക്കിയിട്ടുള്ള ബോട്ടിൽസിൽ മാത്രമേ പിക്കിൾസ് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താവും, പെട്ടെന്ന് തന്നെ പൂപ്പൽ വന്ന് അത് കേട് വന്ന് പോകും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, വെയിലത്തൊക്കെ നമ്മളെല്ലാം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം എന്ത് ചെയ്യും, എന്നിട്ട് മാത്രമേ പിക്കിൾസ് അതിൽ കീപ്പ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ കൂടാൻ വേണ്ടിയിട്ടാണ്, ബോട്ടിലിൻ്റെ ടെമ്പറേച്ചർ കൂടാൻ. ടു റിമൂവ് ദി ഡസ്റ്റ് ഫ്രം ദം, ഈ ഒരു ബോട്ടിലുള്ള ഡസ്റ്റും അതായത് പൊടിപടലങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും. പിന്നെ പറയുന്നത് തേർഡ് ഓപ്ഷൻ, ടു റിമൂവ് ദി മോയ്സ്ചർ കംപ്ലീറ്റ്ലി, അതിൽ നനവ് മൊത്തമായിട്ടും കളയാൻ വേണ്ടിയിട്ടും. ടു മേക്ക് പിക്കിൾസ് ടേസ്റ്റി, പിക്കിൾസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഏതായിരിക്കും ഇതിൽ ആൻസർ? ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൻസർ ഏതായിരിക്കും വരിക? ടു റിമൂവ് ദി മോയ്സ്ചർ കംപ്ലീറ്റ്ലി എന്നുള്ളതല്ലേ. കാരണം മോയ്സ്ചർ കണ്ടൻറ്റ് കംപ്ലീറ്റ് ആയിട്ടും റിമൂവ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു ജാറിൽ പിക്കിളിട്ട് വെക്കാൻ പറ്റും. അല്ലാതെ മോയ്സ്ചർ കണ്ടൻറ്റ് ഉള്ളൊരു ജാറിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കണ്ടാമിനേറ്റഡ് ആവും, നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ പിക്കിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അതിൽ ഫംഗസ് വന്ന് ആകെ കേട് വന്ന് പോകും അല്ലേ. അപ്പോൾ മോയ്സ്ചർ കണ്ടൻറ്റ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൺലൈറ്റിൻ്റെ അണ്ടറിൽ വെക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? തേർഡ് ഓപ്ഷൻ ആട്ടോ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മളന്ന് പഠിച്ച ആ ടേബിളിലെ ദി കറക്റ്റ് മാച്ച് ഓഫ് ടേം ഓഫ് ലിസ്റ്റ് 1 വിത്ത് ദാറ്റ് ഓഫ് ലിസ്റ്റ് 2, അതായത് തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഹോങ്കോങ്ങിൻ്റെ കാര്യമൊക്കെ പഠിപ്പിച്ച ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ചൈനയിലുള്ളതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞിരുന്നു പാമ്പിനെ കഴിക്കുന്ന നാട്ടിൽ പോയാൽ നടുക്കഷ്ണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഹോങ്കോങ്ങിൽ എന്താണ് കഴിക്കുക? ദെൻ കേരള, ദെൻ കാശ്മീർ, ദെൻ ഗോവ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള എന്തൊക്കെയാണ് സെക്കൻഡ് ലിസ്റ്റിൽ? മോസ്റ്റ് ലൈക്ക്ഡ് ഫുഡ് ഐറ്റംസിൽ ബോയിൽഡ് ടാപ്പിയോക്ക വിത്ത് എനി കറി, ഫിഷ് കുക്ക്ഡ് ഇൻ മസ്റ്റാർഡ് ഓയിൽ, സീ ഫിഷ് കുക്ക്ഡ് ഇൻ കോക്കനട്ട് ഓയിൽ, ചോള ഭട്ടൂരെ, കുക്ക്ഡ് സ്നേക്ക്. ഏതാണ്? നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കാം അല്ലേ. എ ഓപ്ഷൻ വരുന്നത് കുക്ക്ഡ് സ്നേക്കാണ്. അപ്പോൾ A5 വരുന്ന ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? 1, 2 and 3. ഇതിൽ മൂന്നിലും A ഓപ്ഷൻ 5 വരുന്നുണ്ട്. ദെൻ ബി ഓപ്ഷൻ കേരളയിൽ ഏത് നമ്മൾ പറഞ്ഞത്? ടാപ്പിയോക്കയും അതിലേക്ക് തേങ്ങ അരച്ചിട്ടുള്ള പല കറികൾ എന്നല്ലേ പറഞ്ഞത്. ബോയിൽഡ് ടാപ്പിയോക്ക വിത്ത് എനി കറി അല്ലേ. അപ്പോൾ B1 ഓപ്ഷൻ വരുന്നത് ഏതാ? ഈ സെക്കൻഡ് വൺ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ തന്നെ നമ്മൾ ആൻസറിലെത്തി അല്ലേ. അപ്പോൾ ആൾറെഡി നമ്മളിപ്പോൾ ആൻസറിലെത്തി കഴിഞ്ഞു എങ്കിൽ കൂടി. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ചിലപ്പോൾ ഫുള്ള് വായിക്കേണ്ട ആവശ്യം തന്നെ വരില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ച്, ഇപ്പോൾ അറിയാത്ത 2 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും അറിയാവുന്ന കാര്യങ്ങൾ വെച്ച് നമുക്കത് എന്ത് ചെയ്യാൻ കഴിയും? ആൻസറിലോട്ട് നമുക്ക് എത്താൻ കഴിയുന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലായില്ലേ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഓപ്ഷൻ നോക്കിയിട്ട് അതിൽ നിന്ന് ആൻസറിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് നോക്കുക കേട്ടോ. ഇപ്പോൾ ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ, ഫുള്ള് മാച്ചിങ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആൻസറിൽ എത്താൻ കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടെ നോക്കുക. പിന്നെ കാശ്മീരിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നത്, നമ്മൾ താഴെ സൗതേൺ പോർഷനിലൊക്കെ, ഇന്ത്യൻ്റെ സൗതേൺ പോർഷനിലൊക്കെ കോക്കനട്ട് ഓയിൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് മുകളിൽ എന്താണെന്നാണ് പറഞ്ഞത്? മസ്റ്റാർഡ് ഓയിലാണ് ഉപയോഗിക്കാറുള്ളതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സി ഓപ്ഷൻ ഏതാണ്? സെക്കൻഡ് വൺ ആണ്. അതായത് കാശ്മീരിലാണ് ഫിഷ് കുക്ക്ഡ് ഇൻ മസ്റ്റാർഡ് ഓയിൽ വരുന്നത്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ടാപ്പിയോക്ക. ദെൻ ഹോങ്കോങ്ങിലാണെന്നുണ്ടെങ്കിൽ ഏതാണ്? കുക്ക്ഡ് സ്നേക്സ് ആണ്. പിന്നെ അടുത്തതുള്ളത് ഗോവയിൽ എന്താണെന്നാണ് പറഞ്ഞത്? അത് നമ്മൾ പറഞ്ഞിരുന്നു, അവിടെ എന്തുണ്ട്? കടലുണ്ട്. അപ്പോൾ സീ സൈഡാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഇഷ്ടംപോലെ സീ ഫുഡ് ഐറ്റംസ് കിട്ടും. അപ്പോൾ സീ ഫിഷ് കുക്ക്ഡ് ഇൻ കോക്കനട്ട് ഓയിൽ, സദൺ പോർഷൻ ആയതുകൊണ്ട് തന്നെ കോക്കനട്ട് ഓയിലിൽ കുക്ക് ചെയ്തിട്ടുള്ള സീ ഫിഷാണ്, സീ ഫിഷുകളാണ് ഇവിടെ ഗോവയിലുള്ളത്. അപ്പോൾ ഗോവ ഓപ്ഷൻ 3, അതായത് ഡി ഓപ്ഷൻ 3. നമ്മുടെ ആൻസർ എന്താണ്? സെക്കൻഡ് വൺ ആണ്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിറ്റാമിൻസ് ഹെൽപ്പ് ഇൻ പ്രൊട്ടക്റ്റിംഗ് ദി സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണെന്നാണ് ചോദ്യം. വൈറ്റമിൻ B12, വൈറ്റമിൻ E, വൈറ്റമിൻ K, വൈറ്റമിൻ A. നമ്മൾ വൈറ്റമിൻസ് പഠിച്ച സമയത്ത് അതിൻ്റെ ഫങ്ഷൻസും പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ ഏതായിരിക്കും വരിക? നമ്മൾ പറഞ്ഞിരുന്നു വിറ്റാമിൻ A ആണ് സ്കിന്ന് ഗ്ലോ ചെയ്യാൻ, സ്കിൻ റിപ്പയറിന്, അതുപോലെ തന്നെ വന്ധ്യത ചികിത്സയ്ക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന വൈറ്റമിൻ E ആണെന്നുള്ളത് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് വൈറ്റമിൻ E. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ഫ്രം ദി ഫോളോയിങ് എ മാച്ച്
വിച്ച് ഡസ് നോട്ട് പ്രൊവൈഡ് ദി കറക്റ്റ് വേ ഓഫ് പ്രിസർവേഷൻ ഓഫ് ദി കറസ്പോണ്ടിങ് ഫുഡ് ഐറ്റം. അതായത് ഫസ്റ്റ് വന്ന ഫുഡ് ഐറ്റം അതിനെ പ്രിസർവ് ചെയ്യാനുള്ള മാർഗ്ഗമാണ് സെക്കൻഡ് വൺ. ആപ്പിള് ജാം, ഓക്കെ, ജാം ഉണ്ടാക്കി നമുക്ക് പ്രിസർവ് ചെയ്യാം. ദെൻ മിൽക്ക് പനീർ, ദെൻ റോ മാംഗോ പിക്കിളാക്കി, ഓക്കെ, അങ്ങനെ പ്രിസർവ് ചെയ്യും. ദെൻ ദാല് പപ്പടാക്കിയിട്ട് അങ്ങനെ പ്രിസർവ് ചെയ്യും. പക്ഷെ നോക്ക്, മിൽക്ക് പനീർ അത് ശരിയാണോ? മിൽക്ക് ഫെർമെൻറ്റഡ് ചെയ്തിട്ടാണ് നമുക്ക് പനീർ കിട്ടുന്നത്. ആൾറെഡി ഡീകമ്പോസ് ചെയ്തിട്ട് കിട്ടുന്ന ഒന്നാണ് ഈ പനീർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിസർവേഷൻ വഴിയല്ല, അല്ലെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പനീറാക്കി മാറ്റുന്നത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇനി അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് സ്റ്റിക്കി റൈസ് ആൻഡ് ഈസ് കോമൺ വെറൈറ്റി റൈസ് ഓഫ് അസം. അസാമിൽ നമ്മൾ പറഞ്ഞിരുന്നു സ്റ്റിക്കി റൈസ് ആണല്ലേ അവിടെയുള്ളവർ കഴിക്കാറുള്ളത്, സ്റ്റിക്കി റൈസാണ്. അപ്പോൾ ഇതിലേതാണെന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ റൈസിന് പല പേരുകളുണ്ടല്ലോ, പൊന്നി, മട്ട, അങ്ങനെ കുറേ പേരുകളുണ്ടല്ലോ. അപ്പോൾ അതുപോലെ അവിടെയുള്ള ഈ ഒരു സ്റ്റിക്കി റൈസിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. ബോറ റൈസ്, അർബോറിയോ റൈസ്, ബോംബെ റൈസ്, പൊന്നി റൈസ്, ഇതായിരിക്കും ആൻസർ വരുന്നത്. ബോറ റൈസാണ്. എന്താണ്? ബോറ റൈസ്. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ബോറ റൈസാണ് നമ്മൾ ആസാമിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റിക്കി റൈസിന് പറയുന്ന പേര്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റിക്കി റൈസിൻ്റെ വെറൈറ്റിയാണ് ഈ ഒരു ബോറ റൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ട്രാവലിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം അല്ലേ. ഓക്കെ.